Good morning all. നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ആ പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതൊന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് അടുത്ത് പഠിക്കാം പോരെ. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറം എന്താണെന്നും അതിൻ്റെ ബേസ് എങ്ങനെയാണെന്നും അതിൻ്റെ കാൽക്കുലേഷൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊരു 5-6 പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. നിങ്ങളത് ചെയ്ത് നോക്കുക, റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം തീർന്നതിന് ശേഷം നമുക്ക് അടുത്തെടുക്കാം. അടുത്തത് ഇതേപോലെ തന്നെ ഒരു തിയറമാണ്, പർച്ചേസ് പവർ പാരിറ്റി തിയറം എന്ന് പറയുന്ന ഒരു തിയറം. സോ ഇതിൻ്റെ ബേസ് നല്ലപോലെ മനസ്സിലായാലേ നമുക്ക് അതിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. സോ ഓക്കെ, നമ്മൾ അസൈൻമെൻറ്റ് തന്നിരിക്കുന്ന പ്രോബ്ലങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾ അതൊന്ന് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ അസൈൻമെൻറ്റിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഫൈനൽ ആൻസറും കൂടെ അയച്ചു തരാം. മനസ്സിലായോ? ഓക്കെ. സോ നിങ്ങൾ തനിയെ ഇന്ന് വേറെ ഒരു വർക്ക് ഞാൻ പറയുന്നില്ല, തനിയെ ഈ പ്രോബ്ലങ്ങളെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് ഇൻ്റർനാഷണൽ ഫിനാൻസ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത പഠിക്കാം പോരെ. സോ ഓക്കെ, പ്രോബ്ലം നമ്പർ 1. The 6 months T-bill have a nominal rate of 7%, while default free Japanese bond that mature in 6 months have a nominal rate of 5.5%. That means here RH എന്ന് പറയുന്നത് 7%ഉം അല്ലേ, RF എന്ന് പറയുന്നത് 5.5%ഉം ആണ്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മനസ്സിലായോ? അതായത് നമ്മുടെ ഇവിടുത്തെ നോമിനൽ റേറ്റ് എന്ന് പറയുന്നത് 7%ഉം ജാപ്പനീസിന് 5.5%ഉം ആണ്. ഇനി ഇൻ ദ സ്പോട്ട് റേറ്റ് മാർക്കറ്റ് 1 yen ഈക്വൽ ടു ഡോളർ ആണേ. ഓക്കെ, ദാറ്റ് മീൻസ് ഹോം കൺട്രി എന്ന് പറയുന്നത് US ആണ്. ഇൻ ദ സ്പോട്ട് റേറ്റ് മാർക്കറ്റ് 1 yen ഈക്വൽ ടു $/yen ആണ് തന്നിരിക്കുന്നത്. ആണോ? എത്രയാ? 0.009. ഇനി നോക്കിയേ, ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി ഹോൾഡ് വാട്ട് ഈസ് ദ 6 months ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്? സോ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് തന്നെ അപ്ലൈ ചെയ്യാം. 1 + RH ഡിവൈഡഡ് ബൈ 1 + RF ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ S. സോ എസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, RHും RFും എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യമേ ശ്രദ്ധിക്കാനുള്ളൂ, പ്രോബ്ലത്തിനകത്ത് എടുത്തു പറയാത്തിടത്തോളം കാലം തരുന്ന ഇൻട്രസ്റ്റ് റേറ്റുകളെല്ലാം മാനുവൽ ബേസ്ഡ് ആയിരിക്കും. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഇവിടെ 1 + 0.07 എന്ന് എടുക്കാൻ പാടില്ല. കാരണം എന്താ, ഈ 7% എന്ന് പറയുന്നത് 1 ഇയറിൻ്റെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും തരുന്നത് 1 ഇയറിൻ്റെ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ 7 × 6/12 3.5 വരും. സോ 1 + 0.035 വേണം എടുക്കാൻ. ചെയ്ത കാര്യം മനസ്സിലായി? വേറെ ഒന്നും ആ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടില്ല. ആകെ കൂടെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇത് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാലോ ഒരിക്കൽ കൂടെ. RH തന്നിട്ടുണ്ട്, RF എത്രയാണെന്ന് തന്നിട്ടുണ്ട്, സ്പോട്ട് റേറ്റ് എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ RH-നെയും RF-നെയും ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് മാത്രം ഈ പറയുന്ന പോലെ 6 months കോൺട്രാക്റ്റിലോട്ട് അല്ലെങ്കിൽ 6 months ഇൻട്രസ്റ്റ് റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 കുറച്ച് ശ്രദ്ധിക്കാനുള്ളതാണേ. ദ സിംഗപ്പൂർ ഡോളർ ആൻഡ് ഇന്ത്യൻ റുപ്പീസ് റേറ്റ്സ് ആർ അവൈലബിൾ ടു യു. ഓക്കെ, സോ സ്പോട്ടിലെ ഡയറക്റ്റ് കോട്ടും തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് കോട്ടും തന്നിട്ടുണ്ട്. 90 ഡേയ്സിന് ശേഷമുള്ള ഡയറക്റ്റ് കോട്ടും ഇൻഡയറക്റ്റ് കോട്ടും തന്നിട്ടുണ്ട്. എന്തിനാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും തന്നിരിക്കണമെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. പക്ഷേ നമ്മുടെ ദ സിംഗപ്പൂർ ഡോളേഴ്സ് ആൻഡ് ഇന്ത്യൻ റുപ്പീസ് റേറ്റ്സ് ആർ അവൈലബിൾ ടു യു എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്ത്യനെ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇത് ഡയറക്റ്റ് കോട്ടാണ്, ഇത് ഇൻഡയറക്റ്റ് കോട്ടാണ് അല്ലേ. ഏതാ? സ്പോട്ടാണ്. അതേപോലെ തന്നെ ഫോർവേഡിൻ്റെ ഡയറക്റ്റ് കോട്ടും ഫോർവേഡിൻ്റെ ഇൻഡയറക്റ്റ് കോട്ടും തന്നിട്ടുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, ഏത് കൺട്രിയാണ് ഇവിടെ ബേസ് അല്ലെങ്കിൽ ഏത് കൺട്രിയാണ് ഹോം കൺട്രി എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇന്ത്യയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് കോട്ടും ഇൻഡയറക്റ്റും ഒന്നും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കി, ദ സിംഗപ്പൂർ പ്രൈം ഇൻട്രസ്റ്റ് റേറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഈസ് 9.5%. അതായത് 365 ഡേയ്സിൻ്റെയാണ് 9.5 തന്നിരിക്കണേ. സപ്പോസ് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ RF എന്ന് പറയുന്നത് 9.5% ആണോ? RF എന്ന് പറയുന്നത് 9.5%. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ 365 ഡേ നമുക്ക് അറിയേണ്ടത് 90 ഡേയ്സിൻ്റെയാണ്. സോ അങ്ങനെ വരുന്ന നേരത്ത് 9.5 ഡിവൈഡ് ബൈ 365 × 90 ചെയ്യണം. വേണ്ടേ? മനസ്സിലായോ? കാരണം ഇവിടെ 9.5
9.5 എന്ന് പറഞ്ഞിരിക്കുന്നത് 365 ദിവസത്തെയാണ്. നമുക്ക് 365 ഡേയ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയിട്ട് യാതൊരുവിധ കാര്യമില്ല. സോ നമുക്ക് ആ 365 ഡേ ഇൻട്രസ്റ്റ് റേറ്റിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാം? 90 ഡേയ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഇംപ്ലൈഡ് അബൌട്ട് ദ ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ്. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഇംപ്ലൈഡ് അബൌട്ട് ദ ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ്. ചെയ്യാലോ? ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരും പറഞ്ഞേ? ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരും? അതായത് ഈ പറയുന്നത് പോലെ 1 + RH ഡിവൈഡഡ് ബൈ 1 + RF ചെയ്യുമ്പം ഈ പറയുന്ന പോലെ 9.5 ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു 90 ചെയ്യുമ്പോൾ 2.34 വരും. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു 90 2.34 വരും. അതായത് ഇതിനെ നമ്മൾ 90 ദിവസത്തേക്ക് ആക്കണോ? സോ എത്ര വരും? 0.234. RH എത്രയാണെന്ന് അറിയില്ല. സോ 1 + RH ഡിവൈഡ് ബൈ 1 + 0.234 ഈക്വൽ ടു എഫ് എത്രയാണ്? ഈക്വൽ ടു 20.687 ഡിവൈഡഡ് ബൈ സ്പോട്ട് 20.725. മനസ്സിലായല്ലോ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് RH കിട്ടും. RH കിട്ടുമ്പോൾ കിട്ടുന്ന RH 90 ഡേയ്സിൻ്റെയാണ്. അതിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? 365ലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും മെൻഷൻ ചെയ്യുന്നത് പെർ ആനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന RH എന്ന് പറയുന്നത് 90 ഡേയ്സിൻ്റെ ആയിരിക്കും. സോ ഡിവൈഡ് ബൈ 90 ഇൻറ്റു 365 ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? ഈ പറയുന്നത് പോലെ ഒരു വർഷത്തെ RH എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ആൻഡ് നമ്പർ 2, calculate and comment on the Indian interest rate if the forward exchange rate was. അതായത് നോക്കി, കാൽക്കുലേറ്റ് ആൻഡ് കമന്റ് ഓൺ ദ ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് RH തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് വാസ്, അതായത് നോക്കി, ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് തന്നിരിക്കുന്നത് എങ്ങനെയാണ് നോക്കി? ഇൻഡയറക്റ്റിലാണ്. അതായത് ഈ തന്നിരിക്കുന്ന എക്സ്ചേഞ്ച് പ്രകാരം സിംഗപ്പൂർ ആണ് ഹോം കൺട്രി ആണോ? സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഇതിനെ ഏതിലോട്ട് കൊണ്ടുവന്നാൽ മതി? ഡയറക്റ്റ് ആക്കിയാൽ മതി. ദാറ്റ് മീൻസ് 1 ഡിവൈഡ് ബൈ 0.04795 ചെയ്താൽ മതി. ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, മറ്റേ രീതിക്കും ചെയ്യാം. അതായത് ഇതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. അതായത് ഇതിനെ RF ആയിട്ട് എടുക്കാം. ഏതിനെയാ? ഇന്ത്യൻ കറൻസിനെ RF ആയിട്ട് എടുക്കാം. കാരണം ഈ തന്നിരിക്കുന്ന കോട്ട് എന്ന് പറയുന്നത് സിംഗപ്പൂരിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഹോം കൺട്രിയാണ്. സോ ഇവിടെ RH എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ ആണോ? ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് ആൻഡ് കമന്റ് ഓൺ ദി ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചാണ് പറയണേ. ഓക്കെ, ഇഫ് ദ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് വാസ്, അതായത് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് തന്നിരിക്കുന്നതിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഫോറിൻ കൺട്രിയാണ്. എങ്ങനെയാ? ഡോളർ ബൈ റുപ്പി ആണ് തന്നിരിക്കണേ ആണോ? സോ ഡോളർ ബൈ റുപ്പി കമ്മോഡിറ്റി ആണ്. സോ ഇവിടെ സിംഗപ്പൂർ ആണ് എന്തായിട്ട് പറഞ്ഞേ? നമ്മുടെ ഹോം കൺട്രി ആയിട്ട് പറഞ്ഞേ. സോ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. RH തന്നെ മതി. എന്ത് ചെയ്യണമെന്ന് മാത്രം? RH, ദാറ്റ് മീൻസ് കറൻസിനെ, ഇന്ത്യൻ റുപ്പീനെ ഏതിലോട്ട് കൊണ്ടുവന്നാൽ മതി? ഈ പറയുന്ന പോലെ റുപ്പി ആക്കിയാൽ മതി. പ്രൈസ് ആക്കിയാൽ മതി. സോ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഡയറക്റ്റ് ആക്കുക. ആക്കുമ്പോൾ റുപ്പി ബൈ ഡോളർ വരും. സോ അവിടെ ഇന്ത്യ തന്നെ ആയിരിക്കും ഹോം കൺട്രി. എന്നിട്ട് നമുക്ക് ഏത് കണ്ടുപിടിക്കാം? RH കണ്ടുപിടിക്കാം. ഇതേ ഇക്വേഷൻ 1 + RH ഡിവൈഡ് ബൈ 1 + RF ഈക്വൽ ടു F ഡിവൈഡ് ബൈ S. ഇവിടുത്തെ F എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും എന്ന് മാത്രം. അതായത് F ഇതല്ല, ഈ കണ്ടുപിടിക്കുന്നതായിരിക്കും F. ചെയ്താൽ മനസ്സിലായോ? കാരണം എന്താ? ഇത് ഫോർവേഡ് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ആൻഡ് കമന്റ് ഓൺ 90 days ഫോർവേഡ് റേറ്റ് ഓൺ റുപ്പി ബൈ ഡോളർ ഇഫ് ദ ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ് വാസ് 8%. എളുപ്പമാണ്. കാരണം എന്താ? RH തന്നിട്ടുണ്ട്, ഫോർവേഡ് റേറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ആദ്യത്തെ രണ്ടെണ്ണത്തിനകത്തും RH തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ RH തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഫോർവേഡ് റേറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. 1 + RH. അവിടെയും ശ്രദ്ധിക്കാനുള്ളത് ഈ 8% എന്ന് പറയുന്നത് 365 ഡേയ്സിൻ്റെയാണ്. അതിനെ 90 ഡേയ്സിലോട്ട് കൊണ്ടുവരണം. മനസ്സിലായോ? ദാറ്റ് മീൻസ് 8 ഡിവൈഡ് ബൈ 365 ഇൻറ്റു 90 ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഫോർവേഡ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, F ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ശ്രദ്ധിച്ചേ, ഷൂ കമ്പനി സെൽസ് ടു എ ഹോൾസെയിലർ ഇൻ ജർമ്മനി. ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ഷിപ്മെന്റ് വാസ് 50,000 DM വിത്ത് ദ ടേം ഓഫ് 90 days. അതായത് പർച്ചേസ് പ്രൈസ് 50,000 DM ആണ്, 90 ഡേയ്സിൻ്റെ ആണ് നമ്മളോട് ക്രെഡിറ്റ് പറയണേ. അപ്പോൺ പേയ്മെന്റ് ഷൂ കമ്പനി വിൽ കൺവേർട്ട് DM ടു ഡോളേഴ്സ്. സോ പേയ്മെന്റിന്റെ സമയത്ത് DM ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദ പ്രസന്റ് റേറ്റ് ഓഫ് ദ സ്പോട്ട് റേറ്റ് ഓഫ് ഫോർ DM per dollar is 1.7. ദാറ്റ് മീൻസ് സ്പോട്ട് റേറ്റ് ഫോർ DM per dollar. അല്ലേ? whereas the 90 days forward rate is 1.70. അതായത് ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് 1.70 ആണ്. ദാറ്റ് മീൻസ് ഇത് സ്പോട്ട് ആണ്, ഇതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഫോർവേഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? ചെയ്ത കാര്യങ്ങൾ മനസ്സിലായല്ലോ? എങ്ങനെയാ? ഹോൾസെയിലർ ഇൻ ജർമ്മനി, ദ പർച്ചേസ് പ്രൈസ് ഫോർ ദ ഷിപ്മെന്റ് ഈസ് 50,000 DM വിത്ത് ദ ടേംസ് ഓഫ് 90 days. 90 days ആണ് ഫോർവേഡിന്റെ റേറ്റ് പറയുന്നത്. ദ ഷൂ കമ്പനി വിൽ കൺവേർട്ട് ദ DM ടു ദ ഡോളേഴ്സ്. DMനെ ഡോളേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. The present rate of spot rate for DM per dollar is 1.71. ഫോർവേഡ് റേറ്റ് 1.70 ആണ്. സോ നോക്കി, നമുക്ക് ചുമ്മാ ഒന്ന് എഴുതി നോക്കാം. DM ബൈ ഡോളർ എത്രയായിരുന്നു? 1.71 ആയിരുന്നു അല്ലേ? ഫോർവേഡിൽ 1.70 ആയിരുന്നു. അതായത് $1 കിട്ടണമെങ്കിൽ ഇപ്പം ₹1.71 കൊടുക്കണം. പക്ഷേ 90 ദിവസം 90 days കഴിഞ്ഞിട്ട് $1 കിട്ടാൻ എത്ര മാത്രം കൊടുത്താൽ മതി? 1.70 മാത്രം കൊടുത്താൽ മതി. മനസ്സിലായോ? മനസ്സിലാവുന്ന രീതിയിൽ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ $1 171 വിലയാണെന്ന് വിചാരിക്കുക. ഇപ്പം $1 171 രൂപയാണെന്ന് വിചാരിക്കുക. 90 ദിവസം കഴിയുമ്പോൾ $1 വില എത്ര രൂപയായി? 170 രൂപയായി. മനസ്സിലായോ? സോ ഡോളറിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി. ഇനി ക്വസ്റ്റ്യൻ നോക്കി, is the DM at the forward premium or forward discount? നമ്മൾ പറഞ്ഞായിരുന്നു, അപ്രീസിയേഷൻ വരുവാണെങ്കിൽ പ്രീമിയവും അല്ലേ, ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ അല്ലെ ഡിപ്രീസിയേഷൻ വരുവാണെങ്കിൽ ഡിസ്കൗണ്ടും എന്നാണ് പറഞ്ഞത്. നമ്മൾ ബേസിൽ പഠിച്ചായിരുന്നു അപ്രീസിയേഷനും ഡിപ്രീസിയേഷൻ ഒക്കെ. ആണോ? ഇവിടെ DM എന്ന് പറയുന്നത് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ DM എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ആണ്. ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്തിലോട്ട് സെയിൽ ചെയ്യാം? പ്രീമിയം ആണെന്ന് പറയാം. ചെയ്ത കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? ആ ഒരു രീതിക്ക് തന്നെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ $1 171 കൊടുക്കണം. ഇപ്പോൾ $1 171 കൊടുക്കണം. 90 ദിവസം കഴിയുമ്പോൾ $1 170 കൊടുത്താൽ മതി. അതിൻ്റെ അർത്ഥം എന്താ? ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഏതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും? ഈ DMൻ്റെ വാല്യൂ അപ്രീസിയേഷൻ ആണ്. സോ അവിടെ നമുക്ക് DMനെ ഏതിലോട്ട് ചാർജ് ചെയ്യാം? പ്രീമിയത്തിലോട്ട് ചാർജ് ചെയ്യാം. അടുത്തത്, വാട്ട് ഈസ് ഇംപ്ലൈഡ് ഡിഫറൻഷ്യൽ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ബിറ്റ്വീൻ ദ 2 countries? മനസ്സിലായോ? ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചോദിച്ചിരിക്കണേ. ഇൻട്രസ്റ്റ് റേറ്റ് ചോദിക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞേ. നമ്മുടെ അപ്രീസിയേഷൻ്റെ ഡിപ്രീസിയേഷൻ്റെ ഫോർമുല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സോ ആ രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ എത്ര വരും? ഫോർവേഡ് റേറ്റ് എത്രയാണ്? ഫോർവേഡ് റേറ്റ് 1.70 ആണ്. സ്പോട്ട് റേറ്റ് 1.71 ആണ് അല്ലേ? സോ ആൻസർ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം? 1.70 മൈനസ് 1.71 divided by 1.71 into 365 divided by 90 into 100 മൈനസ് 2.37% വരും. മനസ്സിലായോ? ഒറ്റ കാര്യമുള്ളൂ, ഇത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഏതിൻ്റെയാണ്? ഡോളറിൻ്റെ ആണോ DMൻ്റെ ആണോ? സാധാരണ നമ്മൾ ആ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്താൽ സാധാരണ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിനായിരിക്കും? കമ്മോഡിറ്റിക്കായിരിക്കും അല്ലേ? കമ്മോഡിറ്റിക്കാണ് അപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ F-S ഡിവൈഡ് ബൈ S ആണോ? ഇനി പ്രൈസിനാണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ S-F ഡിവൈഡ് ബൈ F. അങ്ങനെ 2 ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്തത്. അതായത് ഏതിനെ തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്തത്? കമ്മോഡിറ്റിക്ക് തന്നെയാണ് ചാർജ് ചെയ്തത്. സോ ഇതിൻ്റെ അർത്ഥം എന്താ? ഡോളർ എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും? ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്ന ഡോളറിനാണ്. ആ ഡോളറിന് എത്ര ശതമാനത്തിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും? 2.37% ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ചെയ്തത് മനസ്സിലായോ? സോ നോക്കിയേ, വേറെ കാര്യങ്ങളൊന്നും ആ 50,000 പേയ്മെൻറ്റിനെ കുറിച്ചോ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് DM എന്ന് പറയുന്നത് ഫോർവേഡ് പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ നോക്കാം. സോ ഇത് എഴുതിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി
ഇത് എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡോളറിൻ്റെ വാല്യൂ കുറയുന്നതുകൊണ്ട് ഡി എമ്മിൻ്റെ വാല്യൂ കൂടും. ഡി എമ്മിൻ്റെ വാല്യൂ കൂടിയാൽ അത് അപ്രീസിയേഷൻ ആണ്, അത് ഫോർവേഡ് പ്രീമിയം ആയിട്ട് ചെയ്യാം. ഇനി ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കാണുന്നത്, എത്രയാണ് ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്, എത്രയാണ് വ്യത്യാസം വന്നിരിക്കണേ എന്നാണ് ചോദിക്കണേ. സോ നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്നത് ഡി എം ബൈ ഡോളർ ആയതുകൊണ്ട്, അതായത് ഡോളറാണ് കമ്മോഡിറ്റി ആയതുകൊണ്ട് നമുക്ക് ആ കമ്മോഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാം. സോ ഇവിടെ നോക്കിയേ, ഡോളർ എത്ര രൂപ കുറഞ്ഞു? 2.37% കുറഞ്ഞു. ഇനി സപ്പോസ് നമ്മളോട് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കുകയാണ് ഡി എമ്മിൻ്റെ ആണ്, ഡി എം എന്ന് പറയുന്നത് എന്തായി, പ്രൈസായി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ എഴുതേണ്ടി വരും? 1.71 മൈനസ് 1.70 ഡിവൈഡ് ബൈ 1.70 വെച്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? സ്പോട്ട് മൈനസ് ഫോർവേഡ് ഡിവൈഡ് ബൈ ഫോർവേഡ് വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ചെയ്ത് നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ അത്. ഓക്കെ, അല്ലെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടോ ഒബ്ജക്റ്റീവ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർ ദ US dollar and French franc. The spot exchange rate is 7.0 francs per dollar. അതായത് സ്പോട്ട് റേറ്റ് തന്നിട്ടുള്ളത് FF by dollar equal to 7.05. The spot exchange rate is 7.05 franc per dollar. ഒരു ഡോളറിന് 7.05 ഫ്രാങ്ക് വെച്ച് വരുന്നുണ്ട്. ഇനി the complete the missing entries, അതായത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ മിസ്സിംഗ് ആണ്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാനത് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായോ? നോക്കിയേ, യൂറോ ഡോളർ ഇൻട്രസ്റ്റ് റേറ്റ്, ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റാണ്. അടുത്തത് യൂറോ ഫ്രാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്, FFൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ഈ ഒറ്റ ടേമാണ്, എന്താണ് യൂറോ. സാധാരണ രീതിയിൽ രണ്ട് രീതിയിലാണ് കോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ, ഒന്നില്ലെങ്കിൽ അമേരിക്കൻ കോട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ കോട്ട്സ്. മനസ്സിലായി? നമ്മൾ എഴുതുന്ന ഡയറക്റ്റ് കോട്ട് ആണെങ്കിലും ഇൻഡയറക്റ്റ് കോട്ട് ആണെങ്കിലും എല്ലാം എഴുതുന്നത് ഈ പറയുന്ന പോലെ ഒന്നില്ലെങ്കിൽ അമേരിക്കൻ കോട്ടായിരിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ കോട്ടായിരിക്കും. രണ്ട് നമ്മളുടെ ഡിഫറൻസ് പറയാം. ഓക്കെ, അമേരിക്കൻ കോട്ട്സിൽ എപ്പോഴും ഡോളർ ഉണ്ടാവും. മനസ്സിലായി? അല്ലെങ്കിൽ ഡോളറിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അമേരിക്കൻ കോട്ട് മെൻഷൻ ചെയ്യണേ. അവിടെ വേറൊരു കറൻസിക്ക് സ്വാധീനമില്ല. പക്ഷേ യൂറോപ്യൻ കോട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഏത് കറൻസി വേണേലും ആവാം. ഡോളർ ബൈ റുപ്പി അമേരിക്കൻ കോട്ടാണ്. മനസ്സിലായി? പക്ഷേ യൂറോപ്യൻ കോട്ട്സിനകത്ത് അങ്ങനെ ഏത് വേണമെന്നില്ല, ഈ പറയുന്ന പോലെ ഡോളർ മെൻഷൻ ചെയ്യണമെന്നില്ല. സോ ഇവിടെ യൂറോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് മറ്റേ നമ്മുടെ യൂറോ കറൻസി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് യൂറോപ്യൻ കോട്ടാണ്. സോ ഏത് കറൻസിക്ക് വേണേലും വരാം. സോ നോക്കി, ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ RH എന്ന് പറയുന്നത് ഫ്രഞ്ചും അല്ലേ, RF എന്ന് പറയുന്നത് ഡോളറുമാണ്. ആണോ? ഹോം കൺട്രി എന്ന് പറയുന്നത് ഫ്രഞ്ചാ. രണ്ട് ഡോളർ എന്ന് പറയുമ്പോൾ RF വരും. കാരണം എന്താ, കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഡോളറാണ്. സോ ഇവിടെ ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്, ഫ്രാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് RF തന്നിട്ടുണ്ട്, RH തന്നിട്ടുണ്ട്. ഒറ്റ കാര്യമേ ശ്രദ്ധിക്കാനുള്ളൂ, നോക്കിയേ, ആനുവലാണ്. മനസ്സിലായി? അതായത് ഈ തന്നിരിക്കുന്നത് ആനുവലാണ്. സോ 3 മന്ത്സിൻ്റെ എടുക്കുന്ന നേരത്ത് 11.5 ഡിവൈഡ് ബൈ 12 into 3 ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സെക്കൻഡ് വൺ 9.5 ഡിവൈഡ് ബൈ 12 into 3 ചെയ്യേണ്ടി വരും. ചെയ്യുന്ന നേരത്ത് നോക്കിയേ, ഇവിടെ 2.875 വരും RF, RH എന്ന് പറയുന്നത് 4.875 വരും. സോ രണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടി. സ്പോട്ട് റേറ്റ് എത്രയാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ അനുസരിച്ച് 1 + RH ഡിവൈഡ് ബൈ 1 + RF ഈക്വൽ ടു F ഡിവൈഡ് ബൈ S. ആ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? F കണ്ടുപിടിക്കാം. ആണോ? F കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ഫോർവേഡ് ഡിസ്കൗണ്ട് ആണോ പ്രീമിയം ആണോ എന്ന് അറിയാം. ഏത് ഇക്വേഷനാണ്? മറ്റേ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ.
ചെയ്ത് മനസ്സിലായല്ലോ? സോ നോക്കിയേ, ഇവിടെ ആകെ കൂടെ ശ്രദ്ധിക്കാനുള്ളത് ഈ കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. മനസ്സിലായോ? എങ്ങനെയാ RF ഏതാണ് RH ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഈ യൂറോ എന്ന് കേട്ട് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഡോളറാണ് തന്നിരിക്കണേ, സോ അത് RF ആണ്. അടുത്തത് RH. ഇത് 2-3 മാസത്തേക്കാണ് തന്നിരിക്കണേ, അതിനെ 12 മാസത്തേക്കാണ് തന്നിരിക്കണേ, അതിനെ 3 മാസത്തിലോട്ടാക്കണം. സ്പോട്ട് റേറ്റ് അറിയാം, അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫോർവേഡ് റേറ്റ് അറിയാൻ പറ്റും. സ്പോട്ട് റേറ്റും ഫോർവേഡ് റേറ്റും അറിയുന്നത് കൊണ്ട് നമുക്കിത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന പോലെ അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ, ഫോർവേഡ് ഡിസ്കൗണ്ട് ആണോ പ്രീമിയം ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർ ഇയറിലാണ്. സോ കണ്ടുപിടിച്ചതിനെ /3 × 12 ചെയ്യേണ്ടി വരും. മനസ്സിലായോ? കണ്ടുപിടിച്ചതിനെ /3 × 12 ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ഈ ഇക്വേഷൻ അനുസരിച്ച് F കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? F - S / S into 12/3 into 100 ചെയ്യുക. into 12/3. കാരണം ഈ കിട്ടിയിരിക്കുന്നത് 3 മാസത്തെയാണ്, അതിന് ഏതിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും? 12 മാസത്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നതും അങ്ങനെയാണ്, പേഴ്സൺ പെർ ഇയർ. ചെയ്യാലോ? അടുത്തത് 6 മാസം നോക്കി. എന്തൊക്കെ തന്നിട്ടുണ്ട്? RF തന്നിട്ടുണ്ട്, RH തന്നിട്ടില്ല, F തന്നിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ആനുവൽ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. സോ ആനുവൽ ഡിസ്കൗണ്ട് അറിയാമെങ്കിൽ F കണ്ടുപിടിക്കാം. F - S / S. ആ ഇക്വേഷൻ അനുസരിച്ച് F കണ്ടുപിടിക്കാം. മനസ്സിലായോ? F കണ്ടുപിടിച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറം അനുസരിച്ച് RH കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഇവിടെ ആ 3 months ആണോ 6 months ആണോ അതിൻ്റെ ഡിഫറൻസ് മാത്രമേ നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ. ഒരിക്കൽ കൂടെ അപ്രീസിയേഷനോ ഡിപ്രീസിയേഷനോ തന്നിട്ടുണ്ട്. സോ F - S / S. ആ ചെയ്യുന്ന നേരത്ത് നമുക്ക് ഇതിൻ്റെ എത്രയാണെന്ന് കിട്ടും. പക്ഷേ ഇതും ആനുവലി ആണ്, /2 ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. ഇനി അതറിഞ്ഞാൽ F അറിയാം, F കിട്ടിയാൽ ഏത് കണ്ടുപിടിക്കാം? RH അറിയാം. മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് 1 ഇയറിൻ്റെയാണ്. 1 ഇയറിൻ്റെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ? RH തന്നിട്ടുണ്ട്, സ്പോട്ട് അറിയാം, ഫോർവേഡും തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് അല്ല, ഫോർവേഡ് പ്രൈസ് ആണ്. ഫോർവേഡും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? RH തന്നിട്ടുണ്ട്, സ്പോട്ട് അറിയാം, ഫോർവേഡ് അറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ പറയുന്നത് പോലെ RF എത്രയാണെന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഡിസ്കൗണ്ടും അറിയാലോ. കാരണം എന്താ? ഫോർവേഡിൻ്റെ സ്പോട്ടിൻ്റെ റേറ്റ് നമുക്കറിയാം. സോ ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആ മന്ത്സ് ആണ്. 3 മാസം, 6 മാസം, 12 മാസം. ഈ ആനുവലൊക്കെ എടുക്കുമ്പോൾ തന്നിരിക്കുന്നത് മൊത്തം 1 വർഷത്തേക്കാണ്. അതിനെ ഒന്ന് മാറ്റി കൺവേർട്ട് ചെയ്ത് 3 മാസത്തേക്ക് 6 മാസത്തേക്ക് എടുക്കണമെന്ന് മാത്രം. ചെയ്ത് നോക്കാവോ? അടുത്ത ക്വസ്റ്റ്യൻ. A spot USD GBP is 1.9745 and 1.9920. So bid തന്നിട്ടുണ്ട്, ആസ്കും തന്നിട്ടുണ്ട്. After 6 months $/GBP ഫോർവേഡ് റേറ്റ് തന്നിട്ടുണ്ട് 2.0520, 2.0650. പറയട്ടെ. ഇനി ദ ട്രഷറി ബിൽ റേറ്റ് ഇൻ US 8%. ദാറ്റ് മീൻസ് RH എന്ന് പറയുന്നത് 8% ആണ്. വൈൽ ദാറ്റ് ഇൻ UK ദാറ്റ് മീൻസ് RF എന്ന് പറയുന്നത് 6% ആണ്. ഓക്കെ, നോക്കേ. വാട്ട് വിൽ ബി ദ ഗെയിൻ ഓർ ലോസ് ടു എ പേഴ്സൺ ഇൻ ന്യൂയോർക്ക് ഹു ഇൻവെസ്റ്റഡ് 1 lakh ഇൻ ലണ്ടൻ? Also take 6 months forward contract to sell JBP against investment in New York itself. So okay, what will be the gain or loss to a person in New York who invested 1 lakh in London? മനസ്സിലായോ? Also take the 6 months forward contract to sell GBP against investment in New York itself. സോ നോക്കേ, ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇത് ന്യൂയോർക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എത്രയാണെന്നും ഇതിനെ കൺവേർട്ട് ചെയ്ത് ലണ്ടനിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എത്രയാണെന്ന് പറയണം. മനസ്സിലായോ? ഒരു മിനിറ്റ്.
സോ നോക്കി എന്തൊക്കെയായിരിക്കും ഡിഫറൻസ് പറഞ്ഞേ, നമ്മൾ ന്യൂയോർക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കി 1 ലക്ഷം what will be the gain or loss to a person in New York who invested $1 lakh in London and also take 6 months forward contract to sell JBP against investment in New York itself. അതായത് ന്യൂയോർക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണെന്നും ഇതിനെ കൺവേർട്ട് ചെയ്ത് GBPയിലാക്കിയിട്ട് ലണ്ടനിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണെന്നും അറിയണം. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗെയിനും ലോസും എത്രയാണെന്ന് അറിയണം. ആദ്യത്തെ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം എന്താ, ഇപ്പൊ കയ്യിലുള്ളത് $1 ലക്ഷം, ഇപ്പൊ കയ്യിലുള്ളത് $1 lakh. ന്യൂയോർക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂയോർക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരുന്നു? 8% അല്ലേ, ഒരു വർഷത്തേക്ക് 8%. അങ്ങനെയാണെങ്കിൽ 6 മാസത്തേക്കും, ഇവിടെ നമുക്ക് 6 മാസത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തേക്ക് 4% വരും. സോ $4,000 കൂടെ നമുക്ക് എന്തായിട്ട് കിട്ടും? 6 മാസം കൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ദാറ്റ് മീൻസ് ടോട്ടൽ $1,04,000 വരും. എവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ? ന്യൂയോർക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, GBPയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, ഡോളറിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ $1 lakh പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് 4,04,000 വരും. അങ്ങനെ ടോട്ടൽ 1,04,000 വരും ആഫ്റ്റർ 6 months. ഇനി ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിലോ, ഇപ്പൊ ഡോളർ ഉണ്ട് അല്ലേ, $1 lakh ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പം എത്ര വരും? സ്പോട്ട് റേറ്റ് അനുസരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 1.9920. ദാറ്റ് മീൻസ് 50,200.80 GBP വരും. മനസ്സിലായോ? അതായത് നിലവിൽ നമ്മുടെ കയ്യിലുള്ള $1 ലക്ഷം നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് നമുക്ക് 50,200.80 GBP വരും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം വേണ്ടേ? ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്ത് എത്ര വരും? 50,200.80 ഇൻറ്റു അവർ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ? UK അല്ലേ, 6%. സോ ഇൻറ്റു 6% ഇൻറ്റു 6/12, 3% എടുത്താലും മതി. ചെയ്താൽ മനസ്സിലാവും നിങ്ങൾക്ക്. എങ്ങനെയാ നമ്മൾ കൺവേർട്ട് ചെയ്തു, സ്പോട്ട് റേറ്റ് അനുസരിച്ച് കൺവേർട്ട് ചെയ്തു, അവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 6% അവിടുത്തെ ഇൻട്രസ്റ്റ്, ഒരു വർഷത്തെയാണ്. സോ ഇവിടെ 3% എടുക്കുന്നു. 3% എടുക്കുന്ന നേരത്ത് നമുക്ക് 1,506.02 അത്രയും നമുക്ക് എന്തായിട്ട് കിട്ടും? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാ? 50,200.80 പ്ലസ് 1,506.2 അത് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. സോ രണ്ടും കൂടെ കൂട്ടുമ്പം നമുക്ക് 51,706.82 GBP വരും. മനസ്സിലായോ? ഇനി ഇതിനെ ആഫ്റ്റർ 6 months നമ്മൾ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാ? ആഫ്റ്റർ 6 months നമ്മൾ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാ? തിരിച്ച് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാ. കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് ഇവിടെ എഴുതണേ, 50,706.82 ഇൻറ്റു 6 monthsലെ റേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് ബൈ ചെയ്യുന്ന റേറ്റ് എടുക്കേണ്ടത് ഇൻറ്റു 2.0520 ചെയ്യുന്ന നേരത്ത് നമുക്ക് $1,06,102.39 വരും. ചെയ്ത് മനസ്സിലായോ? അതായത് US ഡോളറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 4,000 അഡീഷണൽ കിട്ടും, $1,04,000 വരും. പക്ഷേ ഇതിനെ കൺവേർട്ട് ചെയ്താൽ ഇപ്പോൾ $1 ലക്ഷം ഉണ്ട്, അത് ബാങ്ക് സെയിൽ ചെയ്യണം. ആസ്ക് റേറ്റ് വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 50,200.80 GBP കിട്ടി. ഇനി അതിനെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്തെ നമുക്ക് 1,506.02 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. സോ ആഫ്റ്റർ 6 months ടോട്ടൽ നമ്മുടെ കയ്യിൽ 51,706.82 GBP നമ്മുടെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ ഫോർവേഡ് റേറ്റ് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് $1,06,102.39 വരും. സോ നോക്കിയേ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര വരുള്ളൂ? $1,04,000 വരുള്ളൂ. മനസ്സിലായോ? സോ അഡീഷണലി നമുക്ക് ഉണ്ടാവുന്ന ഗെയിൻ എത്രയായിരിക്കും? 2,002.39 വരും. എങ്ങനെയാ? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ 1,04,000 വരുള്ളൂ. കൺവേർട്ട് ചെയ്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് 1,06,000 സംതിങ് വരും. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ അഡീഷണൽ ഗെയിൻ ആയിരിക്കും. ചെയ്താൽ മനസ്സിലായോ? ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ. The rate of interest in Japan and India as on a particular date is 5% and 8% respectively. The spot rupee by 100 yen. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ കേൾക്കണേ അല്ലേ. സാധാരണ രീതിയിൽ കമ്മോഡിറ്റി തരുമ്പോൾ എപ്പോഴും ഒരു സിംഗിൾ കമ്മോഡിറ്റിക്കാണ് വില പറയണേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കണേ. ഇവിടെ പറഞ്ഞിരിക്കണേ എന്നാ, റുപ്പി ബൈ 100 yen. മനസ്സിലായോ? അത് എത്ര വരും? 31.22 വരും. പറയാം. എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് അണ്ടർ ദ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറം. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറം അനുസരിച്ച് ഫ്യൂച്ചറിലെ സ്പോട്ട് റേറ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ റേറ്റ് കണ്ടുപിടിക്കണം. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പല മെറ്റീരിയലിനകത്ത് പല രീതിക്ക് ആൻസർ ചെയ്യണേ. നമുക്ക് അത്രയൊന്നും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമേ ഇല്ല. റുപ്പി ബൈ yen അല്ലേ, ഇവിടെ റുപ്പി ബൈ 100 yen ആണ് പറഞ്ഞിരിക്കണേ. നമുക്ക് റുപ്പി ബൈ yen ചെയ്താൽ മതി. അതായത് 100 yen-ന് 31.22 ആണെങ്കിൽ 1 yen-ന് എത്ര വരും? 0.3122 വരും. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ എന്ത് കണ്ടുപിടിക്കുക? ദാറ്റ് മീൻസ് സ്പോട്ട് റേറ്റ് കിട്ടി, RH എത്രയാണെന്നും RF എത്രയാണെന്നും അറിയാം. മനസ്സിലായോ? RH എത്രയാണെന്നും RF എത്രയാണെന്നും അറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്യൂച്ചറിലെ റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ചെയ്തൂടെ? ഇവിടെ എത്ര മാസത്തെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് the particular date, the spot മാത്രമേ തന്നിട്ടുള്ളൂ. എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് അണ്ടർ ദ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറം. സോ എത്രയാണെന്ന് തരാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ 1 year എന്ന് തന്നെ അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഫ്യൂച്ചറിലെ റേറ്റ് കണ്ടുപിടിക്കാം. ചെയ്താൽ മനസ്സിലായോ? ആകെക്കൂടെ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഫ്യൂച്ചറിലെ കണ്ടുപിടിക്കുമ്പോഴും ഇതേപോലെ കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു 100 വെച്ച് ചെയ്താൽ മതി. കാരണം സ്പോട്ട് റേറ്റ് തന്നിരിക്കുന്നത് 100 yen-ലാണ്. സോ ഫ്യൂച്ചർ കണ്ടുപിടിക്കുമ്പോഴും നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം? 100 yen തന്നെ ചെയ്യണം. മനസ്സിലായോ? നോക്കി, അതായത് ആൻസർ ചെയ്യുമ്പം 1.08 ഡിവൈഡ് ബൈ 1.05 ഈക്വൽ ടു F ഡിവൈഡ് ബൈ 0.3122. മനസ്സിലായോ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? F കണ്ടുപിടിക്കാം. F വരുന്ന നേരത്ത് F ഈക്വൽ ടു 1.08 ഇൻറ്റു 0.3122 ഡിവൈഡ് ബൈ 1.05 വരും. മനസ്സിലായോ? ഇൻറ്റു 1.08 ഡിവൈഡ് ബൈ 1.05 എത്ര വരുന്നു വെച്ചാൽ 0.32112 വരും. സോ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു yen-ൻ്റെ നമുക്ക് സ്പോട്ട് വന്നിരിക്കുന്ന 100 yen-ൻ്റെ. സോ ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് റുപ്പി ബൈ yen അല്ലെങ്കിൽ 100 yen എത്ര വരും? 32.112 വരും. 32.112 വരും. ചെയ്താൽ മനസ്സിലായോ? പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി തീർന്നിട്ടില്ല ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഇഫ് ദ ഫോർവേഡ് റേറ്റ് 32.50 ആൻഡ് 30.50? സോ 2 F തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും എന്നാണ് ചോദിക്കണേ. സോ F തന്നിട്ടുണ്ട്, S തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുക. തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് അത് ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. അറിയാലോ, കൂടുതലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, കുറവാണെങ്കിൽ ഇവിടുന്ന് വിഡ്രോ ചെയ്യും. ചെയ്ത കാര്യം മനസ്സിലായോ? ഈ 6 പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ലീസിൻ്റെ ഏതൊക്കെ പ്രോബ്ലങ്ങൾ ഡൗട്ടാണെന്ന് പറഞ്ഞല്ലോ അതും കൂടെ അങ്ങ് ചെയ്യാം. ഓക്കെ, ബൈ.